ഹായ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലേക്ക് എങ്ങനെ ലൈറ്റ് റൂം മൊബൈൽ വെച്ച് മാക്സിമം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മൊത്തം പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് നമ്മൾ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എല്ലാം കുറഞ്ഞ് സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലാതായി മാറുന്നു. അതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റൂം വെച്ചാണ് ഫോട്ടോകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ അലോ ചെയ്യുന്ന മാക്സിമം റെസൊല്യൂഷൻ 1350x1080 എന്ന് പറയുന്ന റെസൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൽ കയറിയിട്ട് ഫോട്ടോകൾ ആ ആസ്പെക്ട് റേഷ്യോയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അതായത് അതിൽ കൂടുതലുള്ള റെസൊല്യൂഷൻ വരുമ്പോഴാണ് ഇൻസ്റ്റഗ്രാം അത് കംപ്രസ് ചെയ്ത് അത് ക്ലാരിറ്റിയൊക്കെ കളഞ്ഞ് ക്വാളിറ്റിയൊക്കെ കളഞ്ഞ് ഇടുന്നത്. അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ കുറച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അതിനെ കംപ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒത്തിരി ലോസ് ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അഡോബെ ലൈറ്റ്റൂം മൊബൈലാണ്. അത് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കണം, എന്നാലേ ഞാൻ ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ എടുക്കുക, അഡോബെ ലൈറ്റ്റൂം ആപ്ലിക്കേഷൻ എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ഐ ഡിയോ അല്ലെങ്കിൽ ആപ്പിൾ ഐ ഡിയോ വെച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ എത്തുന്നതാണ്. ആ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഫയൽ ഏതാണോ അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഫയൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഓൾ ഫോട്ടോസിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ ഓൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഓൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് ആ ഫയൽ സെലക്ട് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ഗ്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങ് ചെയ്യുക. അതായത് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക. മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനുള്ള ഫോട്ടോ നിങ്ങൾ ഈ ക്രോപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുക. അടിയിൽ ക്രോപ്പ് ബട്ടൺ ഞെക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ബോട്ടം ഒറിജിനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതേ ഞെക്കി കഴിയുമ്പോൾ 5:4 അല്ലെങ്കിൽ 4:5 എന്ന് പറയുന്നൊരു ആസ്പെക്ട് റേഷ്യോ അതിന് തൊട്ട് താഴെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. 4:5 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോ പോർട്രേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ആസ്പെക്ട് റേഷ്യോ കിട്ടും. അഥവാ നിങ്ങളെടുത്ത ഫോട്ടോ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിലെ ഈ റൊട്ടേറ്റ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ അത് റൊട്ടേറ്റ് ആവുന്നതാണ്. അത് ഞാനിപ്പോൾ പോർട്രേറ്റിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആസ്പെക്ട് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യുക. ഏതൊക്കെ ഭാഗങ്ങളാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഈ ഫോട്ടോ ഇങ്ങനെ മതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലെ ടിക്ക് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ക്രോപ്പ് ആകും. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞതിന് ശേഷം എക്സ്പോർട്ട് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. എക്സ്പോർട്ട് ആസിൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ലോങ് സൈഡ് 1349px എന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇൻസ്റ്റഗ്രാം അലോ ചെയ്യുന്ന മാക്സിമം റെസൊല്യൂഷൻ 1350 നമ്മൾ അതിലും കുറച്ച് കഴിയുമ്പോൾ അവരത് കംപ്രസ് ചെയ്യില്ല. അതിനുവേണ്ടിയാണ് ഞാൻ 1349 എന്ന് പറയുന്ന ഒരു പിക്സൽ സൈസ് എടുത്തത്, അല്ലെങ്കിൽ ഡയമെൻഷൻ എടുത്തത്. അതിനുശേഷം നമുക്ക് ക്വാളിറ്റി 100% ഇടുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എക്സ്പോർട്ട് ആകും. ഫോട്ടോ എക്സ്പോർട്ട് സക്സസ്ഫുള്ളി. ഇപ്പോൾ ഫോട്ടോ എക്സ്പോർട്ടായി. ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞതിന് ശേഷം ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഫോട്ടോ ഒന്ന് നോക്കുക. ഫോട്ടോ കിട്ടി, ഓക്കെ. അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എടുക്കുക. ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ഡയമെൻഷൻസ് നോക്കണം. ഇവിടെ എനിക്ക് 1080x1349 ആണ്. അതായത് ഇൻസ്റ്റഗ്രാം പറയുന്നതിനേക്കാളും താഴ്ന്ന റെസൊല്യൂഷനാണ് ഇത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ പ്രിസ്ക്രൈബ്ഡ് റെസൊല്യൂഷന് താഴെയാണ്. അപ്പോൾ നമ്മളിനി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ കയറുക. ഇൻസ്റ്റാഗ്രാമിൽ കയറിയതിന് ശേഷം നമ്മൾ പോസ്റ്റ് ബട്ടൺ ഞെക്കുക. അത് കഴിഞ്ഞ് മാക്സിമം റെസൊല്യൂഷൻ കിട്ടാനായിട്ടും മാക്സിമം സ്ക്രീൻ കവറേജ് കിട്ടാനായിട്ടും നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് സൂം ഔട്ട് ആവുകയും നീളം കൂടുതലും വീതി കുറവായിട്ട് വരും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോസ്റ്റ് ചെയ്താൽ മതി. വേറെ ഹാഷ്ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ ഞാൻ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ലൈറ്റ് റൂമാണ്. ലൈറ്റ് റൂമിൻ്റെ പെയ്ഡ് വെർഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷേ ഫ്രീ വെർഷനിലൊന്നേ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതുപോലെ വേറെ നല്ല ഫോട്ടോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കാവുന്നതാണ്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോട്ടോകളൊക്കെ ഇടാറുണ്ട്.
ഇതുപോലെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാമെങ്കിൽ ഞാനത് പറ്റുന്ന രീതിയിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്ക് ആവശ്യപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം.